ഐ ആം ബാക്ക്. ഹ്യൂസ്റ്റൺ ഗാലറിയെ നോക്കി CR7 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കോങ്കോക്കെതിരായ മത്സരത്തിന് ശേഷം തല താഴ്ത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ ഇതേ ഹ്യൂസ്റ്റണിൽ മുടങ്ങിയ മെസ്സി ചാൻഡുകൾ ഓർമ്മയില്ലേ? താൻ പോയ ഇടങ്ങളിലൊക്കെ ആ ചാൻഡുകൾ അയാളെ വിടാതെ പിന്തുടർന്നിട്ടുണ്ട്. പ്രകോപിതനായിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോഴൊക്കെ മൈതാനങ്ങളിൽ വച്ച് തന്നെ സ്കോർ ചെയ്ത് അയാൾ മറുപടി പറയാറുണ്ട്. അതേ ഗാലറികളിലേക്ക് കാത്തുകൂർപ്പിച്ച് അതിനുശേഷം വീണ്ടും ആവർത്തിക്കാൻ ആംഗ്യം കാണിക്കാറുണ്ട്. എന്നാൽ അന്ന് തനിക്കെതിരെ പരിഹാസങ്ങൾ എറിയുന്നൊരു ഗാലറിയെ അഭിവാദ്യം ചെയ്ത് അയാൾ മൈതാനം വിട്ടു. മനസ്സ് ഗ്രൗണ്ടിലുണ്ട്, ശരീരം അനുവദിക്കാത്തതാകുമോ? കരിയറിന് അവസാന വിസിൽ മുടങ്ങാൻ സമയമായോ? സ്റ്റാറ്റസുകൾ പലതും അയാൾക്കെതിരായിരുന്നു. മേജർ ടൂർണമെന്റുകളിൽ സ്കോർ ചെയ്തിട്ട് 10ലേറെ മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. കോങ്കോക്കെതിരെ റോണോയെ പിൻവലിക്കാത്തതിന് കാരണം ചോദിച്ചപ്പോൾ ഗോളുകൾ ആവശ്യമുള്ള സമയത്ത് ടീമിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറെ പിൻവലിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് മാർട്ടിനസ് തിരിച്ചു ചോദിച്ചു. എന്നാൽ അയാൾ കരുതിയതുപോലെ റോണോയിലേക്ക് അന്ന് പന്തെത്തുന്നുണ്ടായിരുന്നില്ല. റോണോ ക്രോസുകൾക്കായി ബോക്സിൽ തക്കം പാർത്തിരുന്നു. കാര്യമൊന്നും ഉണ്ടായില്ല. അയാൾ ആ മൈതാനത്ത് ഒറ്റപ്പെട്ടതുപോലെ തോന്നി ആരാധകർക്ക്. പോർച്ചുഗീസ് ടീമിലെ ആഭ്യന്തര കലഹങ്ങളെക്കുറിച്ച് പലരും അച്ചുനിരത്തി. ലോകോത്തര മിഡ്ഫീൽഡ് എന്ന് കൊട്ടിഘോഷിച്ചെത്തിയ ആ മൂവർ സംഘത്തിന് തൊട്ടതെല്ലാം പിഴച്ചു. പോർച്ചുഗീസ് താരങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാൻ മാധ്യമപ്രവർത്തകർ പലരും പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് എറിഞ്ഞുകൊണ്ടിരുന്നു. ചിലരുടെ പ്രസ്താവനകളെ ആരാധകർ വല്ലാതെ അങ്ങ് കീറി മുറിച്ചു. ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളാണ്. പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള ബാധ്യത മാർട്ടിനസിനുണ്ടായിരുന്നു. ദാ ഒരിക്കൽ കൂടി ഹ്യൂസ്റ്റൺ ഒരുങ്ങി. കളി തുടങ്ങി വെറും 6 മിനിറ്റിനുള്ളിൽ വലകുലുക്കി CR7 കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഓടി. അവിടെ അയാളെയും കാത്ത് ഒരുപറ്റം കളിക്കാർ നിൽക്കുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ആർത്ത് വിളിച്ച് പിറകെ പാഞ്ഞെത്തി. അവരൊന്നിച്ചാലിംഗനം ചെയ്ത് ആ മൈതാനത്ത് നിന്നു. അതിൻ്റെ ഒത്ത നടുക്ക് ഒരാൾ, വൺ ആൻഡ് ഓൺലി CR7. കഴിഞ്ഞില്ല, ഒന്നുകൂടി ബാക്കിയുണ്ട്. ദാറ്റ് ഐക്കോണിക് സെലിബ്രേഷൻ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കോങ്കോക്കെതിരായ മത്സരത്തിലെ പ്രകടനത്തിന് ശേഷം ബെർണാഡോ സിൽവ ഏറെ പടികെട്ടിരുന്നു. ഒപ്പം ജാവോ ഫെലിക്സിനെ സബ്ബായി പോലും മൈതാനത്തിറക്കാത്തതിനെ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളുമൊക്കെ ചോദ്യം ചെയ്തു. മാർട്ടിനസ് ഇക്കുറി ആ 2 വിമർശനങ്ങൾക്കും ഫസ്റ്റ് 11-ൽ തന്നെ പരിഹാരം കണ്ടു. ജാവോ ഫെലിക്സ് സ്റ്റാർട്ടിംഗ് വിത്ത് CR7. പരിക്ക് മാറി റൂബൻ ഡിയാസ് 11-ൽ മടങ്ങിയെത്തി. കളിയുടെ തുടക്കം മുതൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തിക്കൊണ്ടിരുന്നു. 6-ാം മിനിറ്റിൽ റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് ജാവോ ക്യാൻസലോ കുതിക്കുമ്പോൾ റോണോ ബോക്സിൽ ആ പന്തിന് മുന്നം വെച്ച് നീങ്ങി. ക്യാൻസലോ ഗോൾമുഖത്തേക്ക് പന്ത് നീട്ടുന്നു. ബോക്സിൽ ശരവേഗത്തിൽ റോണോ ഇടനിൽക്കും. റൊണാൾഡോ കമൻട്രി ബോക്സ് അലറി വിളിച്ചു. പന്ത് വലയിൽ വിശ്രമിച്ചിട്ടുണ്ട്. യെസ്, ഹീ ഈസ് ബാക്ക്. 6 ലോകകപ്പ് എഡിഷനുകളിൽ വലകുലുക്കുന്ന ആദ്യ താരം. ഹ്യൂസ്റ്റണിൽ അയാൾ ആ വലിയ നാഴികക്കല്ല് നാട്ടിക്കിട്ടു. അടുത്ത ഗോളിലേക്ക് 15 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല പോർച്ചുഗൽ. ആ ഗോളിലും ഒരു CR7 ബ്രില്യൻസ് ഉണ്ടായിരുന്നു. ഫ്രീ കിക്കിനായി ഒരുങ്ങി നിൽക്കുന്ന റോണോ. ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധം അയാളുടെ കാലിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു. റൈറ്റിൽ നിന്ന് പൊട്ടുന്നനെ ന്യൂനോ മെൻഡസ് റണ്ണാരംഭിച്ചു. അയാളുടെ ഇടംകാലൻ വെടികൊണ്ട ഗോളിയെ നിഷ്പ്രഭനാക്കി വലകുലുക്കി. റോണോ മെൻഡസിനടുത്തേക്ക് പാഞ്ഞു. അയാളെ ആലിംഗനം ചെയ്തു. തിയറി ഹെൻറി കാണുന്നുണ്ടോ ഈ സെൽഫിഷ് റോണോയെ? ഫ്രീ കിക്കുകൾക്കായി ഒരുങ്ങി നിൽക്കുമ്പോൾ പലപ്പോഴും ബ്രൂണോയും റോണോയും പരസ്പരം ചെവിയിൽ തന്ത്രങ്ങൾ ഓതുന്നുണ്ടായിരുന്നു. ഈഗോയുടെ കനമൊന്നും ആരും അപ്പോൾ ആ മുഖങ്ങളിൽ കണ്ടില്ല. 39-ാം മിനിറ്റിൽ റോണോയുടെ അടുത്ത ഗോളെത്തി. ഫ്രം എ ബ്രൂണോ അസിസ്റ്റ്. മൈതാന മധ്യത്ത് നിന്ന് ബ്രൂണോയുടെ കുതിപ്പ്. ക്രിസ്ത്യാനോ റൈറ്റ് ഫ്ലാങ്കിലൂടെ ഓട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഒടുക്കം ബ്രൂണോ നീട്ടിയൊരു പിൻ പോയിന്റ് ത്രൂ ബോളിനെ റോണോ പിഴവുകളില്ലാതെ വലയിലാക്കുന്നു. ഐ എം ബാക്ക്. ഗാലറിക്ക് മുന്നിൽ വെച്ച് അയാളുടെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. 1-ാം പകുതിയിൽ തന്നെ റോണോക്ക് ഹാട്രിക് കുറിക്കാനുള്ള സുവർണാവസരം ലഭിച്ചതാണ്. കുസനോവിൻ്റെ ഒരു ബ്രില്യൻ ഗോൾ ലൈൻ സേവാണ് അപ്പോൾ ഉസ്ബെക് ഗോൾ മുഖം കാത്തത്. 60-ാം മിനിറ്റിൽ നെമറ്റോവിൻ്റെ കാലിൽ കൊണ്ട് സ്വന്തം വലയിൽ കയറിയ 4-ാം ഗോളിലും റോണോയുടെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഒടുവിൽ പകരക്കാരനായി അവതരിച്ച റഫേൽ ലിയാവോ 87-ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാന്റെ പട്ടികയിലെ അവസാന ആണിയും അടിച്ച് ഉറപ്പിച്ചു. ലിയാവോ ലോകവേദിയിൽ കുറിക്കുന്ന 3ാമത്തെ ഗോൾ. മത്സരത്തിൽ പലകുറി CR7 ഹാട്രിക് കുറിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും വലയിലായില്ല. മത്സരത്തിൽ മറ്റൊരു സെറ്റ് പീസിൽ നിന്ന് കൂടി വലകുലിക്കാൻ റോണോക്ക് അവസരം ലഭിച്ചിരുന്നു. ബ്രൂണോയും റോണോയും ചേർന്നൊരുക്കിയ പ്ലാനായിരുന്നു അത്. ഇക്കുറി ഫ്രീ കിക്ക് എടുക്കാൻ ബ്രൂണോയാണ് ഒരുങ്ങി നിന്നത്. റോണോ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് അയാൾ ഡിഫൻസീവ് ലൈൻ കടന്ന് മുന്നിലേക്ക് ഓടി. അപ്പോഴേക്കും ബ്രൂണോ ചിപ്പ് ചെയ്ത് പന്തിനെ ബാക്ക് ലൈന് മുകളിലൂടെ അയാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉസ്ബെക് ഗോൾ കീപ്പർ അഡ്വാൻസ് ചെയ്തു വന്നു. റോണോക്ക് പന്ത് ഫിനിഷ് ചെയ്യാനായില്ല. പക്ഷേ അതൊരു ബ്രില്യൻ മൂവ് ആയിരുന്നു. ലോകവേദിയിൽ പോർച്ചുഗലിന്റെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി റൊണാൾഡോ. 10 ഗോളുമായി മറികടന്നത് ദ ലെജൻഡറി യുസേബിയോയെ.
ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ രണ്ടാമത്തെ താരമാണ് റോണോ. മുകളിൽ കാമറൂണിൻ്റെ റോജർ മില്ല. പോർച്ചുഗീസ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ലോകവേദികൾ വലകുലുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും റോണോയുടെ പേരിലാണ്. ഖത്തർ ലോകകപ്പിൽ ഘാനയ്ക്കെതിരെ പെനാൽറ്റി വലയിൽ എത്തിച്ചതാണ് ഇതിനു മുമ്പ് റോണോ ഒരു മേജർ ടൂർണമെന്റിൽ കുറിച്ച അവസാന ഗോൾ. അതിനുശേഷം മേജർ ടൂർണമെന്റുകളിൽ ഗോളില്ലാതെ 10 മത്സരങ്ങൾ പിന്നിട്ടു അയാൾ. ആ കാലയളവിൽ ലോകകപ്പിൽ മാത്രം ലയണൽ മെസ്സി 11 ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ലിയോ വിശ്വകിരീടം കൂടി ചൂടിയതോടെ ഗോഡ് ഡിബേറ്റ് അവസാനിച്ചെന്ന് സകലരും തലവാചകമെഴുതി അടിവരയിട്ടു. റോണോ അപ്പോഴൊക്കെ ഈ മൈതാനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ കുറിച്ച ഗോളുകൾക്ക് ശേഷം എന്തിനാണ് ഐ ആം ബാക്ക് എന്ന് തുടരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന കാര്യം പലരും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ക്രിസ്ത്യാനോ മറുപടി പറയുന്നുണ്ട്. റെക്കോർഡുകൾ തകർക്കുന്നതൊക്കെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. പക്ഷേ ടീമാണ് എല്ലാത്തിനും വലുത്. ഒരു ഇരുണ്ട കാലത്ത് കൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞങ്ങൾ. ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പോയതുപോലെയാണ് എനിക്ക് കഴിഞ്ഞയാഴ്ച തോന്നിയത്. എന്നാൽ ഞാൻ ഫുട്ബോളിനേക്കാൾ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നയാളാണ്. കളിക്ക് ശേഷം റോബർട്ടോ മാർട്ടിനസ് താൻ ക്രിസ്ത്യാനോയിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. റൊണാൾഡോ ഡിഫൻസിൽ സ്പേസുകൾ തുറക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? കഴിഞ്ഞ 30 മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ റോണോയേക്കാൾ ബാക്ക് ലൈനിൽ സ്പേസുകൾ തുറക്കുന്ന മറ്റൊരു കളിക്കാരൻ ഈ ടീമിലില്ല. ഐ സ്റ്റിൽ ബിലീവ് ഇൻ ഹിം. തുടർച്ചയായ 2ാം മത്സരത്തിലും റോണോയെ 90 മിനിറ്റും കളിപ്പിച്ചതിന് ശേഷം മാർട്ടിനസ് പറഞ്ഞു വെച്ചു. പോർച്ചുഗലിന് ഉസ്ബെക്കിസ്ഥാൻ ഒരു എതിരാളിയെ ആയിരുന്നില്ല. 5 മെൻ ബാക്ക് ലൈൻ ഒരുക്കിയിട്ട് പോലും കുസനോവിനും സംഘത്തിനും പോർച്ചുഗീസ് ആക്രമണങ്ങൾക്ക് തടകണ കെട്ടാനായില്ല. കോങ്കോക്കെതിരായ മത്സരത്തിലെ പിഴവുകളൊക്കെ തിരുത്തിയ പോർച്ചുഗൽ ഉസ്ബെക് ബാക്ക് ലൈനിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഗോൾമുഖത്തേക്ക് കയറിക്കൊണ്ടേയിരുന്നു. ക്വിക്ക് ട്രാൻസിഷൻസ്. റോണോയിലേക്ക് ഇടതടവില്ലാതെ പന്തൊടുക്കി. കോങ്കോക്കെതിരെ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രം ഉണ്ടായിരുന്ന പോർച്ചുഗൽ 9 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ഇന്നലെ ഉതിർത്തത്. ആകെ പായിച്ചത് 16 ഷോട്ടുകൾ. ഡിഫൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി നൂനോ മെൻഡസ് കളം നിറഞ്ഞൊരു പോരാട്ടം. ബ്രൂണോ ഫെർണാണ്ടസ് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ കളത്തിൽ വെച്ച് മറുപടി നൽകി. മിഡ്ഫീൽഡിൽ കളിയുടെ ടെമ്പോയെ അയാളാണ് നിയന്ത്രിച്ചത്. റോണോക്ക് നൽകിയ അസിസ്റ്റിനെ മനോഹരം എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനാകില്ല. വിറ്റിഞ്ഞ, റഫേൽ ലിയാവോ തുടങ്ങി എടുത്തു പറയേണ്ട പേരുകൾ ഇനിയുമുണ്ട്. ഏതായാലും പോർച്ചുഗലിൻ്റെ കംബാക്ക് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതാകില്ല. അതിനേക്കാൾ റോണോ വിമർശകരുടെ മുഴുവൻ വായടപ്പിച്ചൊരു ദിവസം അവർക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നത് പ്രതീക്ഷകളുടെ ഒരു ആകാശമാണ്.